യുദ്ധത്തിന് തയ്യാറാണ് എന്ന അതിശക്തമായ മറുപടിയാണ് ഇറാന്റെ സൈനിക നേതാവ് ഇപ്പോൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് പൂർണ്ണമായും തയ്യാറാണ്. ഞങ്ങൾ ഒരിക്കലും യുദ്ധം തുടങ്ങുന്നവരല്ല, യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ശക്തി ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കക്ക് ഇറാനിൽ ചാരപ്രവർത്തനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അറബ് രാഷ്ട്രങ്ങൾ വിസമ്മതിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയും ഖത്തറും തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയ്ക്ക് ഇറാനിൽ ചാരപ്രവർത്തനം നടത്താനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്കയെ ഒരു രീതിയിലും സഹകരിക്കുകയില്ല എന്നും ഇറാനെ വിളിച്ചുകൊണ്ട് തന്നെ അവർ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഇറാൻ ഒരു ശക്തമായ മുന്നറിയിപ്പ് പ്രവിശ്യയിലുള്ള രാഷ്ട്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തുർക്കി, ഖത്തർ, അതുപോലെ തന്നെ UAE തുടങ്ങി ഇറാഖ് തുടങ്ങിയ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഞങ്ങൾക്കെതിരെ അവരുടെ വ്യോമ മേഖലയോ അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കാനുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള സഹായം ഈ രാഷ്ട്രങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ശത്രു രാജ്യമായി കണക്കാക്കും എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കുമെന്നാണ് അതിനർത്ഥം. അമേരിക്കയുടെ ഏതെല്ലാം ബേസുകളാണോ ഇപ്പോൾ നിലവിലുള്ളത് അതിനെല്ലാം ആക്രമിക്കേണ്ടത് എങ്ങനെയെന്ന പ്ലാൻ ഇപ്പോൾ ഇറാൻ സംവിധാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പേർഷ്യൻ കടലിൽ അമേരിക്കയുടെ മിസൈലുകൾക്കും അതുപോലെ തന്നെ കപ്പലുകൾക്കും മറ്റു സംവിധാനങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയുടെ ചാരവിമാനങ്ങൾ ഇറാന്റെ ഇലക്ട്രോണിക് വാർ യന്ത്രങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ GPS അടക്കമുള്ള സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മിസൈലുകൾക്ക് വ്യക്തമായി ലക്ഷ്യം നഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ലക്ഷ്യം നഷ്ടപ്പെടും. എങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. എന്നാൽ അത്തരം സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു. അതുപോലെ അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളും തകർക്കാൻ വേണ്ടി ഇറാൻ ഇപ്പോൾ എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡീഗോ ഗാർഷ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ദ്വീപിലുള്ള ഈ ബേസിന് നേരെ ആക്രമിക്കാനും പദ്ധതി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഇറാൻ തയ്യാറാക്കുന്നത് ചരക്ക് കപ്പലുകളുടെ രൂപത്തിലുള്ള കണ്ടെയ്നറുകൾ സംവിധാനിച്ച കപ്പലുകളാണ്. ഈ കപ്പലുകളിൽ മിസൈൽ ഒളിഞ്ഞിരിക്കുകയും ലക്ഷ്യത്തിലേക്ക് കടലിൽ വെച്ച് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു രീതിയും ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രൂപത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇറാൻ തയ്യാറാക്കിയിരിക്കുകയാണ്.